നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ ആർലേക്കറെ പിണക്കാതെ പിണറായി വിജയൻ ഇങ്ങനെ സുഖിപ്പിച്ച് നിർത്തുന്നതിന് ചില കാരണങ്ങളുണ്ട്. അത് കേന്ദ്രവുമായി ഒരു പാലമിടുന്നതിന് വേണ്ടിയാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നുപോകുന്നത്. ഖജനാവിൽ നയാ പൈസയില്ല. ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി ഉടക്കിട്ട് നിന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് സംയമനം പാലിക്കണമെന്നും നയത്തിലൂടെ കാര്യങ്ങൾ സാധിച്ചെടുക്കണം എന്ന നിലപാടിലേക്ക് പിണറായി എത്തിയിരിക്കുകയാണ്. അതുകൊണ്ടായിരുന്നു അടുത്തിടെ ആർലേക്കറെയും കൂട്ടി പിണറായി വിജയൻ KV തോമസിനോടൊപ്പം ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കാണാൻ പോയത് ഖജനാവിൽ 4 തുട്ടെത്തുന്നതിന് വേണ്ടി തന്നെയാണ്. അങ്ങനെ കടകാര്യമന്ത്രിക്ക് ഇപ്പോൾ ഒരു ആശ്വാസം വന്നിരിക്കുകയാണ്. കാരണം സാമ്പത്തിക വർഷം കഴിയാൻ ഇനി 2 ആഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഒരു ലോഡ് ആവശ്യങ്ങളാണ് കുന്നുകൂടി കിടക്കുന്നത്. ഇതിന് പണം എവിടെയെന്ന് തലയിൽ കൈവച്ച് കരയുകയായിരുന്നു KN ബാലഗോപാൽ ഇതുവരെ. എന്നാൽ കടമെടുക്കുന്നതിന് വഴിയൊപ്പിച്ചിട്ടാണ് പിണറായി എത്തിയത്. ബില്ലുകളടക്കം മാറാൻ വലിയ തോതിലുണ്ട്. ഈ മാസം മാത്രം പാസ്സാകേണ്ടത് 25,000 കോടി രൂപയുടെ ബില്ലുകളാണ്. ഇതോടെ സാമ്പത്തികമായി പ്രതിസന്ധിയിലുള്ള കേരളത്തിൽ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി നടത്തിയ കൂടിക്കാഴ്ച ആശ്വാസമായി മാറിയിരിക്കുകയാണ്. കേന്ദ്രം കൂടുതൽ വായ്പയെടുക്കാൻ അനുമതി നൽകിയതോടെ വീണ്ടും കടമെടുപ്പിനൊരുങ്ങുകയാണ് പിണറായി. ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രി. കേന്ദ്രം അനുമതി നൽകിയതിന് പിന്നാലെ 12,000 കോടി രൂപ വായ്പയെടുക്കുന്നതിനുള്ള കടപ്പത്രങ്ങൾ ചൊവ്വാഴ്ച പുറത്തിറക്കും. കേന്ദ്ര ധനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് അധിക വായ്പ അനുമതി ലഭിച്ചത്. അതേസമയം ഏതിനത്തിൽ ഉൾപ്പെടുത്തിയാണ് അനുവദിച്ചതെന്ന് വ്യക്തമല്ല. വൈദ്യുതി മേഖലയിലെ പരിഷ്കരണത്തിന്റെ പേരിൽ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 0.5% വായ്പ എടുക്കാമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിരുന്നു. ഈ ഇനത്തിലാണ് 12,000 കോടിയിൽ 5,500 കോടിയുടെ അനുമതിയെന്ന് കരുതുന്നു. വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് ധനവകുപ്പിന്റെ വിശദീകരണം. ഈ സാമ്പത്തിക വർഷത്തെ കടമെടുപ്പ് പരിധിയിലെ മുഴുവൻ തുകയും ഒപ്പം പ്രത്യേക അനുമതി ലഭിച്ച അധിക തുകയും കേരളം വായ്പയെടുത്തിരുന്നു. കടമെടുപ്പ് പരിധിയിൽ ശേഷിച്ചിരുന്ന 605 കോടിക്കായി കഴിഞ്ഞ ചൊവ്വാഴ്ച കടപ്പത്രം ഇറക്കിയിരുന്നു. ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3% കേരളത്തിന് കടമെടുക്കാനാകുക. ഇതുപ്രകാരം വായ്പയെടുക്കാവുന്ന തുക 38,237 കോടിയാണ്. ഓണക്കാലത്തെ അധിക ചെലവുകൾ പരിഗണിച്ച് 4,000 കോടി അധിക വായ്പാ അനുമതി നൽകിയിരുന്നു. ഇതും നിലവിലെ 12,000 കോടിയും കൂടി ചേരുമ്പോൾ ഈ സാമ്പത്തിക വർഷം ആകെ കേന്ദ്രം അനുവദിച്ചത് 54,237 കോടിയുടെ വായ്പാ അനുമതിയാണ്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി 2 ആഴ്ച മാത്രമാണ് ശേഷിക്കുന്നത്. 26,000 കോടി രൂപയാണ് സാമ്പത്തിക വർഷ അവസാനത്തെ ചെലവുകൾക്കായി വേണ്ടത്. ഇതിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻ എന്നിവയ്ക്കായുള്ള തുക ഇതിനകം ചെലവഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അനുവദിച്ച 12,000 കോടി കൂടി കിട്ടുന്നതോടെ വലിയ ആശ്വാസമാകുമെങ്കിലും ചെലവുകൾക്ക് പൂർണ്ണമായും തികയില്ല. സാമൂഹിക പെൻഷൻ 820 കോടിയും കരാറുകാരുടെ കുടിശ്ശിക ഇനത്തിൽ 3,000 കോടിയും പ്ലാൻ ഫണ്ടിൽ 7,500 കോടിയും വേണം. ബിവറേജസ് കോർപ്പറേഷൻ, KSFE എന്നീ സ്ഥാപനങ്ങളിൽ നിന്ന് ധനസമാഹരണം നടത്തി മാർച്ച് മാസം കടന്നുകൂടാനാണ് സർക്കാർ ശ്രമം. പ്രതിസന്ധി മറികടക്കുന്നതിന് യൂണിവേഴ്സിറ്റികൾ, തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങിയ അനുബന്ധ സ്ഥാപനങ്ങളിലെ നീക്കിയിരിപ്പ്, പങ്കാളിത്ത പെൻഷൻ, ഫണ്ടിൽ നിന്നുള്ള അധിക വായ്പ എന്നിവ ട്രഷറിയിലേക്ക് മാറ്റാൻ ധനവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി കാരണം വകുപ്പുകൾ വൻതോതിൽ പദ്ധതികൾ വെട്ടിക്കുറച്ചതാണ് പദ്ധതി ചെലവ് കുത്തനെ ഇടിയാൻ കാരണം. എന്നാൽ സർക്കാരിന്റെ ചെലവിനാകട്ടെ ഒരു കുറവുമില്ല. കഴിഞ്ഞ വർഷം പാസ്സാക്കാൻ കഴിയാത്ത ബില്ലുകൾ ഈ വർഷത്തേക്ക് മാറ്റിയതിനാൽ പദ്ധതി ചെലവ് താഴ്ന്നു നിൽക്കുമ്പോഴും ട്രഷറിയിൽ നിന്നുള്ള പണച്ചെലവ് ഉയർന്നിരുന്നു. 38,886 കോടിയാണ് ഈ വർഷത്തെ പദ്ധതി വിഹിതം. ഇതിൽ 52% തുകയെ ഇതുവരെ ചെലവിടാൻ കഴിഞ്ഞിട്ടുള്ളൂ. 21,838 കോടിയുടെ സംസ്ഥാന പദ്ധതികളിൽ 54% മാത്രമാണ് പുരോഗതി. തദ്ദേശ പദ്ധതികൾ 45%, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ 57% മാത്രമേ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ട്രഷറി കാലിയായതോടെ റിസർവ് ബാങ്കിൽ നിന്ന് വെയ്സ് ആൻഡ് മീൻസ് അഡ്വാൻസും ഓവർ ഡ്രാഫ്റ്റും എടുത്താണ് കഴിഞ്ഞയാഴ്ചത്തെ ചെലവുകൾക്ക് പണം കണ്ടെത്തിയത്. ധനസമാഹരണത്തിന്റെ ഭാഗമായി എല്ലാ വകുപ്പുകളോടും പണം ബാങ്കിൽ നിന്ന് ട്രഷറിയിലേക്ക് മാറ്റാൻ വീണ്ടും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബിവറേജസ് കോർപ്പറേഷനോടും എണ്ണ കമ്പനികളോടും നികുതി പണം മുൻകൂർ ആവശ്യപ്പെട്ടു. KSFEയിൽ നിന്നും പണം വാങ്ങും. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു നെട്ടോട്ടത്തിലാണ് ധനമന്ത്രി ഇപ്പോഴുള്ളത്.
അതിനിടയിൽ വലിയൊരു ആശ്വാസമാണ് കേന്ദ്രത്തിൽ നിന്നും കടമെടുക്കാൻ വീണ്ടും അവസരമൊരുങ്ങുന്നത്. എന്നാൽ കടമെടുത്ത് കേരളം ഇതെങ്ങോട്ടാണ് എന്നുള്ള ചോദ്യവുമുണ്ട്. മലയാളിയുടെ തലയ്ക്ക് മുകളിൽ വലിയ ഭാരമാണ് ഈ സർക്കാർ ഇറക്കി വെക്കാൻ പോകുന്നത്. മൂന്നാം തവണയും അധികാരം കിട്ടിയാൽ ഇനി കേരളത്തിന്റെ സ്ഥിതി എന്താകുമെന്നുള്ള ചോദ്യമുണ്ട്. ഇനിയിപ്പോൾ അധികാരം കിട്ടിയില്ല, കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അവരുടെ അധോഗതിയാണ്. കാരണം ഖജനാവ് നക്കി തുടച്ചിട്ടാണ് ഇവർ ഇറങ്ങാൻ പോകുന്നത്. പോരാത്തതിന് കടത്തോട് കടവും. എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് അടുത്ത സർക്കാരിന് തല പുകയ്ക്കേണ്ടി വരും ഇപ്പോഴേ. എന്നാൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. എവിടുന്ന് കടമെടുത്താലും അതെല്ലാം അതാത് ആവശ്യങ്ങൾക്കല്ല, വകമാറ്റി ചെലവഴിക്കാൻ തന്നെയാണ് പോകുന്നത്. പിണറായി അത് തന്നെയാണ് കണക്ക് കൂട്ടുന്നതും. ഇവരുടെ ധൂർത്തിന് പണം എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ. മലയാളിയുടെ കാര്യത്തിൽ എങ്ങനെയാണെങ്കിലും ഒരു തീരുമാനമായിട്ടുണ്ട്. മുണ്ട് വീണ്ടും മുറുക്കി ഉടുക്കുക തന്നെ വേണ്ടിവരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.